നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സാമൂഹ്യപാഠത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഒരു രാഷ്ട്രത്തിൻ്റെ സുസ്ഥിരമായ വികസനത്തിനും സുഗമമായ പ്രയാണത്തിനും യുവതയുടെ പങ്ക് നിസ്തുലമാണ്. പക്ഷെ പലപ്പോഴും വലിയ സ്വപ്നങ്ങൾ നെയ്യുകയും ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ ശ്രമിക്കുന്നതിനിടയിൽ നേരിടുന്ന ചെറിയ പ്രതിസന്ധികൾക്ക് മുൻപിൽ പോലും നമ്മുടെ യുവത പ്രതിസന്ധികൾ നേരിടുന്നതായിട്ട് നാം കാണാറുണ്ട്. പ്രതിസന്ധികളെയും പരാജയങ്ങളെയും ആത്മവിശ്വാസത്തോടെ നേരിട്ട് ആ പ്രതിസന്ധികളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും ഉൾക്കൊണ്ട പാഠം ജീവിത വിജയത്തിനായി എത്തരത്തിൽ നമുക്ക് ചേർത്ത് വായിക്കാം എന്നുള്ളത് യുവത കൂടുതലായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ചാണ് നാം ഇന്ന് സാമൂഹ്യപാഠത്തിൽ സംസാരിക്കുന്നത്. നാം ഇന്ന് സാമൂഹ്യപാഠത്തിൽ സംസാരിക്കുന്ന വിഷയം യുവതയുടെ ഭാവി നിർണ്ണയിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നതിനെക്കുറിച്ചാണ്. സ്വപ്നങ്ങളെ എത്തരത്തിൽ നമുക്ക് ലക്ഷ്യങ്ങളാക്കി പരിവർത്തനം ചെയ്യാൻ സാധിക്കും, പ്രതിസന്ധികളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിത വിജയത്തിനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യുവാൻ സാധിക്കും, നൈപുണ്യ വികസനത്തിനായിട്ട് വിദ്യാഭ്യാസപരമായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ സാധിക്കും, ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുവാൻ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി ഡോക്ടർ ടി.പി. ശശികുമാർ, ലൈഫ് മെന്റർ, വിദ്യാഭ്യാസ വിദഗ്ധൻ. സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തെ ആദരപൂർവ്വം, ഏറെ ബഹുമാനപൂർവ്വം സാമൂഹ്യപാഠത്തിലേക്ക്. നമസ്കാരം സർ. സർ, നാം ഇന്ന് സാമൂഹ്യപാഠത്തിൽ സംസാരിക്കുന്നത് യുവതയുടെ ഭാവി നിർണയം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ്. ഇപ്പം നമ്മൾ ആമുഖത്തിൽ പറഞ്ഞ് തുടങ്ങിയതുപോലെ വലിയ വലിയ സ്വപ്നങ്ങൾ നെയ്യുന്നു. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകും എന്നുള്ള പ്രതീക്ഷയിൽ ആ ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോകുന്നു. ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ചെറിയ ചില പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോൾ പോലും ആത്മവിശ്വാസം തകർന്ന് അല്ലെങ്കിൽ ആ സ്വപ്നങ്ങൾ സഫലമാക്കാൻ നിൽക്കാതെ പിൻവലിയുന്ന യുവതയെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. നമുക്ക് ആദ്യമായിട്ട് സ്വപ്നങ്ങളെ ലക്ഷ്യങ്ങളാക്കി മാറ്റുമ്പോൾ പ്രധാനമായിട്ടും നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പ്രസ്തുത വിഷയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ തോന്നുന്നു. പറയാം സാർ. യുവാക്കള് മാത്രമല്ല, ഏത് സ്ഥിതിയിലുള്ള ആൾക്കാരായാലും സ്വപ്നം കാണാൻ വെളിച്ചം വേണ്ട. അതെ, ഇരുട്ടിൽ തപ്പുന്നത് പോലെ എന്നൊരു വാക്ക് തന്നെ ഉണ്ടല്ലോ. അപ്പോൾ സ്വപ്നം കാണുന്ന സമയത്ത് പ്രാക്ടിക്കലായിട്ടുള്ള നമ്മുടെ ചുറ്റുമുള്ള സിറ്റുവേഷൻസ് നമ്മൾ അറിയില്ല. ആർക്കും സ്വപ്നം കാണാം, എന്തും സ്വപ്നം കാണാം. എന്ന് വെച്ചാൽ നമ്മളെക്കുറിച്ച് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണമെന്നില്ല. ഏത് കാര്യവും പെർഫോം ചെയ്യാൻ, ഒരു കാര്യം ചെയ്യണമെങ്കിൽ 3 കാര്യങ്ങളാണ് നമുക്ക് അത്യാവശ്യം. ഒന്ന്, നല്ല ആറ്റിറ്റ്യൂഡ്. രണ്ടാമത് വേണ്ടത് ഹൈ സ്കിൽ. സ്കില്ലില്ലാതെ ആറ്റിറ്റ്യൂഡ് മാത്രം ഉണ്ടായാൽ നീന്തറിയാതെ വെള്ളത്തിൽ ചാടുന്ന പോലെയാവും. മിക്കവാറും ആൾക്കാരുടെ പ്രോബ്ലം അതാണ്. അവർക്ക് വലിയ എംബിഷൻസ് ഉണ്ട്, വലിയ മോഹങ്ങളുണ്ട്. കേരളത്തിൽ തന്നെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ മോട്ടിവേറ്റേഴ്സ് ഉണ്ട്. അവരെ മോട്ടിവേറ്റ് ചെയ്ത് ഞാൻ നല്ലപോലെ മോട്ടിവേറ്റ് ചെയ്ത ഒരാളെ നീന്താൻ വേണ്ടി മോട്ടിവേറ്റ് ചെയ്ത് അയാളെ വെള്ളത്തിലേക്ക് എറിഞ്ഞാൽ എന്ത് പറ്റും? തീർച്ചയായിട്ടും. അപ്പോൾ സ്കിൽ ഡെവലപ്മെൻറ്റ് അത്യാവശ്യമായിട്ട് വേണം. മൂന്നാമത് വേണ്ടത് നല്ല ആറ്റിറ്റ്യൂഡും നല്ല സ്കില്ലും ഉണ്ടായി, പക്ഷെ എനിക്ക് കുളമില്ലെങ്കിൽ ഞാൻ എങ്ങനെ നീന്തും? തീർച്ചയായിട്ടും. ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവണം. തീർച്ചയായിട്ടും. അപ്പോൾ എൻ്റെ എല്ലാ സ്വപ്നങ്ങൾക്കും പരിമിതിയായി നിൽക്കുന്നത് എൻ്റെ ചുറ്റുമുള്ള ഓപ്പർച്യൂണിറ്റീസ്. എൻ്റെ നെയ്ബർഹുഡ് നന്നാവണം, എൻ്റെ ഓപ്പർച്യൂണിറ്റീസ് അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കി തരാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം. അത് വെച്ചിട്ട് മാത്രമേ നമ്മുടെ സ്വപ്നങ്ങളെ നമുക്ക് യാഥാർത്ഥ്യത്തിൽ കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു ഫോർമുലയുണ്ട്. ഞാൻ പണ്ട് മാനേജ്മെന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാക്കിയ ഒരു ഫോർമുലയാണ്. പെർഫോമൻസ് P ഈസ് ഈക്വൽ ടു ആറ്റിറ്റ്യൂഡ് A പ്ലസ് സ്കിൽ S പ്ലസ് ഓപ്പർച്യൂണിറ്റി O. അപ്പോൾ എൻ്റെ ഒരു ഫോർമുലയാണത്. നിങ്ങൾ കുറേ ക്ലാസ്സുകൾ കാണാം എൻ്റെ. പെർഫോമൻസ് P ഈസ് ഈക്വൽ ടു ആറ്റിറ്റ്യൂഡ് A പ്ലസ് ഓപ്പർച്യൂണിറ്റി O പ്ലസ് സ്കിൽ S. അപ്പം ഇതിൽ നമുക്ക് നല്ല ആറ്റിറ്റ്യൂഡ് ഉണ്ട്, ഓപ്പർച്യൂണിറ്റിയും സ്കില്ലും ഇല്ലാതെ വിചാരിക്കാം. അവരാണ് ഡിപ്രഷനിലേക്ക് പോകുന്നവരും. കാരണം വലിയ ആഗ്രഹമുണ്ട്, പക്ഷെ ഒന്നും നടക്കണില്ല. അപ്പോൾ യുവതയുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് മെൻ്റൽ ഇൻസ്റ്റെബിലിറ്റിയാണ്. അപ്പോൾ എൻ്റെ അടുത്ത കാലത്തുള്ള കുറേ ബുക്കുകളിൽ, ഇപ്പോൾ ഇതിൽ മൈൻഡ് മാറ്റേഴ്സ് എന്ന് പറയുന്ന ബുക്ക്, ഇതിനകത്തൊക്കെ നമ്മൾ അഡോളസൻസിൻ്റെ മൈൻഡ്, ആ കൺസെപ്റ്റിലൊക്കെ പറയുന്നത് നമ്മൾ മോട്ടിവേറ്റേഴ്സ് കുറേ മോട്ടിവേറ്റ് ചെയ്ത് അവർക്ക് സ്കിൽ ഡെവലപ്മെൻറ്റ് കൊടുത്തില്ലെങ്കിൽ ഉണ്ടാവാവുന്ന പ്രോബ്ലംസ്, അത് എങ്ങനെ യുവത്വത്തെ എഫക്റ്റ് ചെയ്യുന്നുള്ളതാണ്. അത് വല്ലാണ്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും. സാർ, ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മളിപ്പോൾ സ്വപ്നങ്ങൾ ലക്ഷ്യങ്ങളാക്കി മാറ്റുമ്പോൾ
ഈ ലക്ഷ്യങ്ങൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു അഡോൾസൻസ് പീരീഡ്, ഒരു വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് മുമ്പിൽ ചില റോൾ മോഡലുകളൊക്കെ വന്നു ചേരാറുണ്ട്. അവരുടെ ഒരു രീതിയിലേക്ക് പോകാൻ വേണ്ടിയുള്ളൊരു ലക്ഷ്യം നമ്മൾ പലപ്പോഴും ചാർട്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു സെലിബ്രിറ്റി ആയിട്ട് മാറാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ഫിലിം മേക്കറായിട്ട് മാറാൻ വേണ്ടി, അഭിനേതാവായിട്ട് മാറാൻ വേണ്ടി, ഇങ്ങനെയൊക്കെ വലിയ ലക്ഷ്യങ്ങൾ കണ്ടെത്തുകയും ഈ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് പ്രയാണം ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഈ ലക്ഷ്യങ്ങൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും നമ്മൾ പുലർത്തേണ്ട ഒരു ജാഗ്രത എന്താണ്, ശ്രദ്ധ എന്താണ്, അതിനെക്കുറിച്ചൊന്ന് പറയാമോ സർ? ഈ മിക്കവാറും ആൾക്കാരുടെ ഒരു ഗൈഡൻസ് കൊടുക്കുന്ന പലരും പറയാറുള്ള ഒരു വാക്ക് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് നല്ല പാഷൻ ഉണ്ടാവണം, പാഷൻ ഹണ്ട് ചെയ്യണം. നമ്മുടെ പാഷൻ ഡിറ്റർമിൻ ചെയ്യുന്നത് നമുക്ക് ചുറ്റുമുള്ള ഒരു ലോകമാണ്. ഞാൻ ഇതുവരെ കാണാത്ത, അറിയാത്തൊരു സംഭവം എനിക്ക് ആവണമെന്ന് ആഗ്രഹമില്ല. ഇപ്പം പലരും പറയും എനിക്ക് സിനിമയിൽ പോകണമെന്ന്. ഉടനെ നമ്മൾ ചോദിക്കുന്ന ഒരു 3-4 ചോദ്യങ്ങളുണ്ട്. ആരാണ് ഏറ്റവും നല്ല ആർട്ടിസ്റ്റായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരാൾ? അവരുടെ എന്ത് കഴിവാണ് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യപ്പെട്ടത്? ഇപ്പോൾ ഒരാൾ സയൻറ്റിസ്റ്റ് ആയിട്ട് വരണം എന്ന് പറയുന്നത് സ്പേസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഞാൻ സ്പേസ് ഡിപ്പാർട്ട്മെൻറ്റിന് റിട്ടയർഡ് ആളായതുകൊണ്ട് മിക്കവാറും എൻ്റെ അടുത്ത് വരുന്നവർ പറയാം ഐ വാണ്ട് ടു ബി എ സ്പേസ് സയൻറ്റിസ്റ്റ്, എനിക്ക് സ്പേസ് സയൻറ്റിസ്റ്റ് ആവണമെന്നാണ് പറയാം. അപ്പോൾ ഞാൻ അടുത്ത ചോദ്യം ചോദിക്കുന്നത്, സ്പേസ് സയൻറ്റിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന 3-4 ആൾക്കാരുടെ പേര് പറയാൻ പറയും. മിക്കവാറും ആൾക്കാർ പറയാം ചെയർമാനായിട്ട് റിട്ടയർ ആയിട്ടുള്ളവരായിരിക്കും. അത് സ്പേസിൽ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടല്ല, അവർ അഡ്മിനിസ്ട്രേറ്റീവിൽ ഒരു പൊസിഷനിൽ എത്തിയതുകൊണ്ടാണ്. സ്പേസ് സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ അസ്ട്രോണമി എന്ന് പറയുന്ന സമയത്ത് അസ്ട്രോണമിയിൽ ആരാണ്, അവരെയാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ നമ്മുടെ പാഷൻ്റെ പിന്നാലെ പോകുന്നതിന് മുമ്പ് കുറേ ഹോംവർക്ക് ചെയ്യാനുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ എടുത്തു ചാടുമ്പോൾ എന്ത് പറ്റുമെന്ന് വിചാരിച്ചാൽ അവരുടെ ജീവചരിത്രം നമ്മൾ പഠിക്കില്ല, എവിടേക്കാണ് ഇതിനകത്ത് ഓപ്പർച്യൂണിറ്റി എന്ന് അറിയില്ല. ഇപ്പം എനിക്ക് ഫിസിക്സ് ഇഷ്ടമാണ്, ഐ വാണ്ട് ടു ഡു PhD ഇൻ ഫിസിക്സ് എന്ന് പറയുമ്പോൾ ഫിസിക്സിൽ PhD എടുത്തിട്ടുള്ള ഇന്ത്യയിൽ ഒരു 5 ആളുടെ പേര് പറയാൻ പറയും, അറിയില്ല. അപ്പം ഞാൻ മിക്കവാറും പറയാറുള്ളത്, ഇപ്പം സിനിമയിൽ ഇഷ്ടമാണ് പക്ഷേ എനിക്ക് അമിതാഭ് ബച്ചൻ ആരും അറിയില്ല എന്ന് പറഞ്ഞാൽ അയാൾ ഇന്ത്യൻ സിനിമയെക്കുറിച്ച് പഠിച്ചിട്ടില്ല എന്നല്ലേ അർത്ഥം. അപ്പം മലയാളം സിനിമ ഇഷ്ടമാണ് പക്ഷെ മലയാളം സിനിമയിൽ ആരെയും അറിയില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയൊരു ബുക്കാണിത്, മേക്കേഴ്സ് ഓഫ് ഇന്ത്യ. നമ്മൾ ഓരോ വിഷയത്തിലും ഒരു 100 വിഷയങ്ങൾ എടുത്തിട്ട് 10 പേരുടെ പേര് മാത്രമേ അതിനകത്ത് അച്ചടിച്ചു വെച്ചിട്ടുള്ളൂ. എനിക്കൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവണമെങ്കിൽ ഇന്ത്യയുടെ ബിസിനസ് ഐക്കോൺസ് ആരൊക്കെയാണ് എന്ന് എനിക്കറിയണം. എനിക്കൊരു ഫോട്ടോഗ്രാഫർ ആവണമെങ്കിൽ ഫോട്ടോഗ്രാഫിയിൽ ഇന്ത്യയിൽ ആരാണ് പ്രഗത്ഭന്മാരെന്ന് അറിയണം. ഞാൻ ഏത് പൊളിറ്റിക്സിലായാലും, ഞാൻ പൊളിറ്റിക്സിലാണ് എനിക്ക് താല്പര്യമെങ്കിൽ ഓപ്പോസിഷൻ ആരൊക്കെയാണെന്നെങ്കിലും എനിക്ക് അറിയണ്ടേ. അപ്പോൾ വിശദമായ പഠനം, ആ വിശദമായ പഠനമാണ് അത്യാവശ്യം. അപ്പം നമ്മൾ എവിടെ പഠിക്കുന്നു, എന്ത് പഠിക്കുന്നു, എന്തിന് പഠിക്കണം. എബ്രോഡിലൊക്കെ യൂണിവേഴ്സിറ്റികളുടെ അഡ്മിഷന് പോകുന്ന സമയത്ത് അവർ ചോദിക്കുന്ന ഒരു പേപ്പർ ഉണ്ട്, ഒരു പേജ്, SOP, സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ്. നിങ്ങൾ എന്തിനാണ് ഇവിടെ പഠിക്കുന്നത്, വൈ ഡിഡ് യു ചൂസ് ദിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ്. രണ്ടാമത്തെ ചോദ്യം, എന്ത് പഠിക്കുന്നു, എന്തിനു വേണ്ടി അത് പഠിക്കുന്നു. ഏതോ സിനിമയിൽ തിലകൻ ചോദിക്കണ്ടേ എന്തിനാ പഠിക്കണേന്ന്, അതുപോലെയാണ് എന്തിനാ ഇത് പഠിക്കണേ. അത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ, ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് ക്ലിയർ അല്ലെങ്കിൽ എവിടെ പോകുമ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ എന്തിനാണ് പോകുന്നത്, എന്ത് ചെയ്യാനാണ് പോകുന്നത്, എന്ത് പഠിക്കാനാണ് പോകുന്നത്, അതിന് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രത്യേകത എന്താണ്, അതിനു വേണ്ടി ഞാൻ എന്തൊക്കെ പ്രിപ്പറേഷൻ, അതിന് ബ്രിഡ്ജ് കോഴ്സ് എന്നാ പറയാം. ഇപ്പൊ അമേരിക്കയിലെ കുറച്ച് യൂണിവേഴ്സിറ്റികളിൽ ഞാൻ കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ പോകുന്ന സമയത്ത് നമ്മൾ ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ച ഒരാൾ അവിടെ പോകുന്ന സമയത്ത് ഇത് എക്സാക്ട്ലി ഫിറ്റ് ചെയ്തിട്ടില്ലെങ്കിലും അവർ നിങ്ങൾ അഡ്മിഷൻ തരും. പക്ഷെ അഡ്മിഷൻ തന്നു കഴിഞ്ഞാൽ അവിടെ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് പ്രീ ക്വാളിഫിക്കേഷൻ ആണ് നമ്മുടെ എൻട്രൻസ് എക്സാം. പല യൂണിവേഴ്സിറ്റികളും എബ്രോഡിൽ എൻട്രൻസ് എക്സാം അല്ല നടത്തുക, ഈ SOP ആണ് ചോദിക്കുക. ആ SOPയിൽ ക്ലിയർ ആയിട്ട് പറയണം, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇന്നതാണ്, എനിക്ക് ഇന്നതൊക്കെയാണ് പഠിക്കാൻ ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ഇവിടത്തേക്ക് വരുന്നത്. ആ വെറും SOP നോക്കിയിട്ട് ഒരു 5-10 ലക്ഷമൊക്കെ ഫെലോഷിപ്പ് നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും. അപ്പം ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ്. നമ്മളൊരു PhD തീസിസ് എഴുതുമ്പോൾ എഴുതുന്നത് ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ്. ഞാനൊരു ബുക്ക് എഴുതുമ്പോൾ എനിക്കൊരു ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് ഉണ്ട്, എന്തിനാണ് ഞാനിത് എഴുതുന്നത്. തീർച്ചയായിട്ടും. അതിൻ്റെ ആ ഒരു കാര്യം പറഞ്ഞില്ലെങ്കിൽ ഇറ്റ് വിൽ ബിക്കം എ ഫ്ലോപ്പ്. തീർച്ചയായിട്ടും. അപ്പോൾ യുവതക്ക് അത്യാവശ്യമായിട്ട് ഇതിന് ഗൈഡൻസ് കൊടുക്കുന്ന മെന്റേഴ്സിന്റെ അത്യാവശ്യമായിട്ട് വേണം. തീർച്ചയായിട്ടും. അതാണ് മെന്റേഴ്സ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും. സാർ, അതുപോലെ തന്നെ നമ്മളിപ്പോൾ കടന്നു പോകുന്ന ലോകത്തിൻ്റെ ഒരു ഫാസ്റ്റ്നെസ് ഉണ്ട്, ഒരു വേഗതയുണ്ട്. ഇപ്പോൾ വിവര സാങ്കേതിക വിദ്യ അനുനിമിഷം വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു ലോകത്തിൻ്റെ വേഗതയുമായിട്ട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട്, താരതമ്യപ്പെട്ടുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഒരു യുവതയെ മുന്നോട്ട് നയിക്കാൻ സാധിക്കുക, അതിനെക്കുറിച്ചൊന്ന് പറയാമോ സാർ? ഈ ലോകത്തിൻ്റെ മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ആദ്യമായിട്ട് വരേണ്ടത് വിദ്യാഭ്യാസത്തിലാണ്. പക്ഷേ ഏറ്റവും സ്ലോ ആയിട്ട് ഇന്ത്യയിൽ, വിശിഷ്യ കേരളത്തിൽ
നമ്മുടെ മാറ്റങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് വരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് യുവാക്കൾക്കൊരു പ്രശ്നം. നമ്മൾ പലപ്പോഴും ഡിസ്കഷൻസിൽ വന്നിട്ടുള്ള വിദ്യാഭ്യാസത്തിൻ്റെ ആൾക്കാർ പറയുമ്പോൾ പറയാറുള്ളൊരു വാക്ക് 21st സെഞ്ച്വറി എഡ്യൂക്കേഷൻ എന്നാണ്. സെഞ്ച്വറി എന്ന് പറഞ്ഞാൽ കിരൺ എന്താണ് അർത്ഥം? നൂറ്റാണ്ട്. അതെ. 100 വർഷത്തേക്കുള്ള ഒരു വിദ്യാഭ്യാസത്തെ കുറിച്ചാണോ നമ്മൾ സംസാരിക്കേണ്ടത്? തീർച്ചയായും അല്ല. 100 വർഷം എന്ന് പറയുന്നത് വളരെ വലിയൊരു സ്പാനാണ്. അതെ. അപ്പം നമ്മൾ സാധാരണ ഞാൻ പറയാറുള്ളത് 10 വർഷമെങ്കിലും നമ്മുടെ സിലബസുകൾ മാറ്റിയില്ലെങ്കിൽ, തീർച്ചയായിട്ടും കേരളത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അക്കാഡമിക് സ്റ്റാഫ് കോളേജ് ഡയറക്ടറായിരുന്നു ഞാൻ. അതെ. നമ്മൾ പലപ്പോഴും കാണുന്നത് വിദ്യാഭ്യാസത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നില്ല എന്നുള്ളതാണ്. ആ മാറ്റങ്ങൾ വരുന്ന സ്ഥലത്തേക്ക് പോകാൻ ആൾക്കാർ താല്പര്യപ്പെടും. പ്രത്യേകിച്ചും ഞാനൊക്കെ വിദ്യാഭ്യാസം നടത്തുന്ന സമയത്ത് കമ്പ്യൂട്ടറിനെ കുറിച്ച് ഒരു 4 മാസത്തെ കോഴ്സ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഓപ്പറേഷൻ റിസർച്ച് കമ്പൈൻഡ് ഡിപ്ലോമയാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി കൊടുത്തുകൊണ്ടിരുന്നത്. ഇന്ന് ഒരു ജീവിതം ഫുൾ ഉണ്ടായാലും കമ്പ്യൂട്ടറിനെ കുറിച്ച് പഠിച്ചു തീർക്കാൻ പറ്റില്ല നമുക്ക്. അപ്പം എൻ്റെ ഒരു ഡെഫിനിഷൻ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുമ്പോൾ 21st സെഞ്ച്വറി എഡ്യൂക്കേഷൻ എന്നല്ല പറയേണ്ടത്, 3rd ഡെക്കേഡ് ഓഫ് 21st സെഞ്ച്വറി എന്നാണ്. അതുകൊണ്ട് ഞാൻ പറയാറുള്ളത് ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് 3-2-1 വേൾഡ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ബുക്കാണ് എൻ്റെ ലൈഫ് ഇൻ 3-2-1 വേൾഡ്. അപ്പോൾ 3-2-1 വേൾഡിൽ കുറേ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. റിലേഷൻഷിപ്പുകളിൽ വളരെ പ്രശ്നങ്ങളുണ്ട്. കാരണം ആൾക്കാരുടെ സമയം എന്ന് പറയുന്നത് ടെക്നോളജിയിലേക്കും കമ്പ്യൂട്ടറിലേക്കും മോണിറ്ററിലേക്കും ഫോണുകളിലേക്കും ഒക്കെ മാത്രം തിരിഞ്ഞു പോയിരിക്കുന്നു. അപ്പം നമ്മുടെ ചുറ്റുമുള്ള ജനങ്ങളെ മനസ്സിലാക്കാനും പ്രകൃതിയെ മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ സമയമില്ലാത്തൊരവസ്ഥയിലേക്ക് മാറി നമ്മൾ. ഇന്ന് ഭൗമദിനം കൂടിയാണ്. ഈ ഭൗമദിനത്തിൻ്റെ ഒരു പ്രത്യേകത ലോകവുമായിട്ടുള്ള നമ്മുടെ ബന്ധം. ഈ ഡിജിറ്റൽ വേൾഡിൽ കുറേ ഡാറ്റ ഉണ്ട്. പക്ഷെ ഇന്ന് ഭൗമദിനമാകുമ്പം ഈ കാണുന്ന പ്രേക്ഷകരിൽ ഒരു 35 വയസ്സ് വരെ പ്രായമുള്ള കേരളത്തിൻ്റെ 65% വരുന്ന വിദ്യാഭ്യാസത്തിൽ മുന്നിൽ നിൽക്കുന്ന നാട് എന്ന് പറയുന്ന നമ്മളിൽ എത്ര പിള്ളേര് എന്നാൽ ഇന്ന് ഭൗമദിനല്ലേ, ഇന്ന് ഭൗമദിനത്തെക്കുറിച്ചൊന്ന് പഠിക്കാം എന്ന് പറഞ്ഞ് ഗൂഗിൾ ചെയ്തിട്ട് അതിൽ വന്നിട്ടുള്ള ഏറ്റവും 2 നല്ല സിനിമകൾ കണ്ടാൽ മതി. ഡിജിറ്റൽ വേൾഡിൽ നമുക്ക് എളുപ്പം കാണാൻ പറ്റും. അപ്പം ഞാൻ 2 വർഷം മുമ്പ് ഇതേ ദിവസം യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു NGO കമ്മ്യൂണിറ്റിയുടെ അഡ്വൈസറി ബോർഡിൽ ഇരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ടോക്ക് കൊടുത്തപ്പോൾ ഞാൻ ചോദിച്ചൊരു ചോദ്യം, എത്ര പേര് സീസ്പിറസി എന്ന് പറഞ്ഞ മൂവി കണ്ടിട്ടുണ്ടെന്നാണ്. എനിക്ക് തോന്നുന്നു ഭൗമദിനത്തിൽ ഇന്ന് സ്പെൻഡ് ചെയ്യേണ്ട സമയം സീസ്പിറസി എന്ന മൂവി, അത് കടലിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് യുണൈറ്റഡ് നേഷൻസിൻ്റെ കൺസേൺ ഇല്ലായ്മയെക്കുറിച്ച് തുറന്നു കാട്ടുന്ന ഒരു സിനിമയാണ്. മറ്റൊന്ന് കൗസ്പിറസി, ഒരു പശുവിനെ വളർത്താൻ നമ്മൾ ഭൂമിയിൽ എത്ര റിസോഴ്സസ് ഉപയോഗിക്കണം, ആ വളർത്തുന്നത് കൊണ്ട് ഭൂമിക്ക് എത്ര ഭാരം ഉണ്ടാവും, അത് എന്തിനാണ് വളർത്തുന്നത്. ഇപ്പം നമ്മൾ ഫാമിംഗ് എന്ന് പറയുന്ന സമയത്ത് ആ ഫാമിങ്ങിന് ഉപയോഗിക്കുന്ന റിസോഴ്സസ് വെദർ ഇറ്റ് ഈസ് ഗിവിംഗ് റിട്ടേൺസ് ഓർ നോട്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇത് ഭൗമദിനത്തിൽ ചർച്ച ചെയ്യുന്നതാണ്. എനിക്ക് തോന്നുന്നില്ല ഇൻക്ലൂഡിങ് എൻവറോൺമെന്റ് സയൻസ് പഠിക്കുന്ന കുട്ടികളായാലും സോഷ്യൽ സയൻസ് പഠിക്കുന്ന കുട്ടികളായാലും ഈ റിസോഴ്സസ് ഒക്കെ അവൈലബിൾ ആണ് യൂട്യൂബിൽ. പക്ഷെ അവിടെ എത്തുന്നില്ല. അതിന് പകരം അൺവാണ്ടഡ് ആയിട്ടുള്ള പല സോഷ്യൽ മീഡിയ സ്കാമിലും പെട്ടിട്ട് ആ കോൺസ്പിറസിയിൽ പെട്ടിട്ട് അവരുടെ യഥാർത്ഥ ഇൻട്രസ്റ്റ് ഉള്ള വിഷയത്തിൽ പോലും അവർക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഡൈവേർഷൻസ് വളരെ കുറേ ഉണ്ട്. അപ്പൊ 3-2-1 വേൾഡിൽ നമ്മൾ വളരെ ഫാസ്റ്റ് ആവണം. ഇപ്പം ഞാനൊരു സിനിമ 1 മണിക്കൂർ 2 മണിക്കൂറിന്റെ സിനിമ കാണുമ്പോൾ അത് ഞാൻ 3x വെച്ചിട്ടാണ് കാണാം. കാരണം 3x വെച്ച് കണ്ടാൽ എനിക്ക് 40 മിനിറ്റ് കൊണ്ട് തന്നെ പണി തീരും. എനിക്ക് കൺസെപ്റ്റ് മനസ്സിലായില്ലെങ്കിൽ ഞാൻ 1x പോയിട്ട് ഒന്നുകൂടി പ്ലേ ചെയ്ത് കുറച്ചും കൂടി കെയർഫുൾ ആയിട്ട് ശ്രദ്ധിക്കും. അപ്പം നമ്മൾ ഫാസ്റ്റ് ആവണം, എങ്കിലേ നമുക്ക് ചുറ്റുമോടുന്ന ലോകത്തിൻ്റെ ഫാസ്റ്റ്നെസ് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ. അത്യാവശ്യമായിട്ട് നമ്മൾ ഫാസ്റ്റായിട്ട് പ്രോസസ്സ് ചെയ്യാൻ സാധിക്കുമ്പോൾ മാത്രമേ ജയിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാംസിലും 60 ചോദ്യങ്ങൾ കൊടുത്താൽ നമുക്ക് 4 മണിക്കൂർ തരില്ല ആൻസർ ചെയ്യാൻ. തീർച്ചയായിട്ടും 60 സെക്കൻഡ് കൊണ്ട് 60 മിനിറ്റ് കൊണ്ട് ഒരു ചോദ്യം 60 സെക്കൻഡ് കൊണ്ട് വായിച്ചാലേ 60 മിനിറ്റ് കൊണ്ട് 1 മണിക്കൂർ കൊണ്ട് നമുക്ക് 60 ചോദ്യങ്ങൾ ഉത്തരം പറയാൻ പറ്റുള്ളൂ. അതാണ് കോമ്പറ്റീറ്റീവ് എക്സാംസ്. അത്യാവശ്യമായിട്ട് ഫാസ്റ്റ്നെസ്, ഗ്രാസ്പിംഗ് പവർ, ഗുഡ് പ്രസൻസ് ഓഫ് മൈൻഡ്, ആറ്റിറ്റ്യൂഡ്, ലോജിക്കൽ റീസണിങ്, അനാലിറ്റിക്കൽ സ്കിൽ, മാത്തമാറ്റിക്കൽ എബിലിറ്റി, ഡാറ്റ അനാലിസിസ്, ഇതിലൊക്കെ പ്രാഗൽഭ്യം നേടുമ്പോഴാണ് നമ്മൾ ഏറ്റവും നല്ല സമുന്നതരായിട്ടുള്ള ഏറ്റവും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള വേൾഡിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അതാണ് സത്യം. തീർച്ചയായിട്ടും സാറിപ്പോൾ അങ്ങ് പറഞ്ഞു നിർത്തുകയുണ്ടായി, ലോകം വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മളും
ആ വേഗതയോടൊപ്പം തന്നെ ഫാസ്റ്റായിട്ട് സഞ്ചരിക്കേണ്ടതുണ്ട്. സാർ ഇപ്പോൾ പറയുകയുണ്ടായി, സാങ്കേതികവിദ്യ അനുനിമിഷം വികസിക്കുമ്പോഴും ആ സാങ്കേതികവിദ്യയെ ക്രിയാത്മകമായി ഉപയോഗിക്കേണ്ടതിൽ നമ്മുടെ യുവത കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് എന്ന സ്റ്റേറ്റ്മെൻറ്റും സാറ് പറയുകയുണ്ടായി. സാർ തുടക്കത്തിൽ പറഞ്ഞു, നമ്മളിപ്പോൾ ഏത് കാര്യത്തിൽ ഇടപെടുന്ന സമയത്തും അതിന് സ്കില്ല് വളരെ അനിവാര്യമാണ്. ഈ സ്കിൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ച്, നൈപുണ്യ വികസനത്തെക്കുറിച്ച് ഒന്ന് പ്രേക്ഷകർക്കായി പറയാമോ സാർ? ഏത് വിദ്യ പഠിപ്പിക്കുമ്പോഴും ആ വിദ്യ പഠിപ്പിക്കുന്ന ആൾക്കാർക്ക് ഒരു തിയററ്റിക്കൽ നോളജ് പോരാ, പ്രാക്ടിക്കൽ ആയിട്ടുള്ള നോളജ് അത്യാവശ്യമാണ്. പലപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസത്തിൽ തിയററ്റിക്കൽ നോളജ് നല്ല പോലെ ഉണ്ട്, പ്രാക്ടിക്കൽ വളരെ കുറവാണ്. അതുകൊണ്ട് അത്യാവശ്യമായിട്ട് വേണ്ടത് എവിടെ നമുക്ക് പ്രാക്ടിക്കൽ കിട്ടുമോ അവിടത്തേക്ക് പോകണം. ഞാൻ എല്ലാ വിദ്യകളും നമുക്ക് കേരളത്തിൽ കിട്ടണമെന്നില്ല. ഇപ്പം ഞാൻ ഹൈദരാബാദിൽ സ്പേസ് ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്ത സമയത്ത് സാധാരണ CAD പാക്കേജുകൾ, കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ, എങ്ങനെ ഡിജിറ്റലായിട്ട് കുറച്ച് കാര്യങ്ങൾ വരയ്ക്കാൻ പറ്റും, അത് പഠിക്കാൻ വേണ്ടിയിട്ട് ബോംബെയിലാണ് 3 മാസം ഞാൻ പോയി താമസിച്ച് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് എന്നെ സ്പോൺസർ ചെയ്ത് പഠിപ്പിച്ചത്. അപ്പം നമുക്കെല്ലാം നമ്മുടെ സ്റ്റുഡിയോയിൽ കിട്ടണം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കിട്ടണം, എൻ്റെ കമ്പ്യൂട്ടറിൽ കിട്ടണം. അത് അത്യാവശ്യമായിട്ട് മാറ്റണം. ഇപ്പം ഒരു കുട്ടി എന്നോട് ചോദിച്ചു, എനിക്ക് ആർമിയിൽ ചേരാനാണ് ഇഷ്ടം, +1 +2 കഴിഞ്ഞതാണ്. അപ്പോൾ സജസ്റ്റ് ചെയ്യാൻ നമുക്ക് ഇന്നതൊക്കെയാണ് പഠിക്കേണ്ടത്. അടുത്ത ആഴ്ച എൻ്റെ വീട്ടിൽ കണ്ണൂർ ഒരു കോഴ്സ് നടക്കുന്നുണ്ട്, വിളിച്ച പയ്യൻ എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ്. അവിടെ വന്നാൽ നമുക്കൊരാഴ്ച കൊണ്ട് ഐ വിൽ ഗിവ് യു ദ മിനിമം ക്വാളിഫിക്കേഷൻ ആവശ്യമുള്ള എല്ലാ ഡെവലപ്മെന്റും പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. ഞാൻ എറണാകുളത്ത് നിന്ന് കണ്ണൂർ വരെ വരണം. അപ്പോൾ ഇയാളുടെ ഉദ്ദേശം എന്താണ്? ആർമിയിൽ ചേരാനാണ്. തീർച്ചയായിട്ടും. അപ്പൊ IMA ചേർന്ന ഒരാൾ ഡെറാഡൂണിൽ ട്രെയിനിങ്ങിന് പോണോ വേണ്ടയോ? തീർച്ചയായിട്ടും. അപ്പൊ അവിടെ പോകുന്നതിന് മുമ്പ് ഒരു പ്രിപ്പറേഷൻ എന്നുള്ള നിലയിൽ എറണാകുളത്ത് നിന്ന് കണ്ണൂർ വരെ വരാൻ അയാൾക്ക് മടിയാണ്. ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധി, ശക്തി, പരാക്രമം, ഷഠേതേ എത്ര വർത്തന്തേ ദൈവം തത്ര പ്രകാശയെന്നാണ്. ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ല. ഉദ്യമത്തിന്റെ പിന്നാലെ വേണ്ടത് സാഹസമാണ്, ജംപ് ഇൻ ടു ആക്ഷൻ. ആ ആക്ഷൻ എടുക്കാൻ തയ്യാറായാല് നമ്മൾക്ക് എവിടെയാണോ സ്കിൽ ഡെവലപ്മെന്റ് അവൈലബിൾ അവിടെ പോയിട്ട് പഠിക്കാം. ഇലക്ട്രോണിക്സ് പഠിക്കണമെങ്കിൽ ECIL തന്നെ പോകണം. ചിലപ്പം ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, അത് ഹൈദരാബാദിലാണ്. അവിടെ ഫ്രീ ആയിട്ട് 1 വീക്ക് പ്രോഗ്രാം കൊടുക്കുന്നുണ്ട് യൂത്തിന്. അപ്പൊ അത് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോകാനുള്ള ഒരു ചെറിയൊരു ഒരു ത്രിൽ ഉണ്ടെങ്കിൽ എല്ലാ പ്രൊഫഷണൽ കോഴ്സുകൾക്കും അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് പ്രൊഫഷണൽ കോഴ്സുകൾ. ഇപ്പൊ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ഡോക്ടർമാര് ഉറപ്പായിട്ടും രോഗികളെ പരിശോധിക്കും. പക്ഷെ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ ഒരു കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ ലാപ്ടോപ്പ് തരാം, അവൻ തുറന്നിട്ടൊന്ന് അടച്ച് കൃത്യമായിട്ടൊന്ന് സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റില്ല അവർക്ക്. ഇലക്ട്രോണിക്സ് പഠിക്കുന്ന ഒരാളാണ്, എന്നാൽ മൊബൈൽ ഷോപ്പിൽ കൊണ്ടുപോയിട്ടല്ലേ റിപ്പയർ ചെയ്യുള്ളൂ, സ്വന്തം എന്താ ചെയ്യാത്തത്? ആ സ്കിൽ ഡെവലപ്മെന്റ് ആണ് ഏറ്റവും അത്യാവശ്യം. പ്രാക്ടിക്കൽ നോളജ്, കൈ കൊണ്ട് വർക്ക് ചെയ്യുക എന്നുള്ളത് അത്യാവശ്യമാണ്. തീർച്ചയായിട്ടും അത് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ യുവത മുന്നോട്ട് പോവുള്ളൂ. അതുകൊണ്ട് നൈപുണ്യ വികസനം എന്ന് പറയുന്നത് തിയററ്റിക്കൽ നോളജ് അല്ല, പ്രാക്ടിക്കലായിട്ട് പ്രാക്ടീസിങ് ആൾക്കാരുടെ അടുത്ത് നിന്ന് അത് പഠിക്കുക തന്നെ വേണം. തീർച്ചയായിട്ടും. ഈ സ്കിൽ ഡെവലപ്മെന്റിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ യുവാക്കളായിട്ടുള്ള പലരും പങ്കുവയ്ക്കുന്ന ഒരു ആശങ്ക എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ഇപ്പോൾ ഉയർന്ന എഡ്യൂക്കേഷൻ നേടിയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കേണ്ടി വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ ബോർഡിന് മുമ്പിൽ ഫേസ് ചെയ്യേണ്ട സമയത്ത്, അല്ലെങ്കിൽ ഒരു പൊതു ഇടത്തിൽ സംസാരിക്കേണ്ടി വരുന്ന സമയത്ത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന് വളരെ പ്രാധാന്യമുണ്ട്. ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൻ്റെ ഒരു വികസനത്തിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ സാർ? ഈ പലരുടെയും ധാരണ, ഇപ്പം കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പ്രസംഗിക്കാൻ പഠിക്കുക, അല്ലെങ്കിൽ നന്നായിട്ട് ഭാഷ കൈകാര്യം ചെയ്യാൻ പഠിക്കുക. അതിനേക്കാളും ഇമ്പോർട്ടൻറ്റ്, ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞു വന്ന സമയത്ത് സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് പറഞ്ഞല്ലോ, ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ്, അത് കൃത്യമായിട്ട് എഴുതാൻ അറിയണ്ടേ. അപ്പം ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എഴുതിയിട്ടാണ്. അപ്പം നല്ല പ്രഭാഷകനാവണമെന്നൊന്നുമില്ല, നല്ല എഴുത്തുകാരനായാൽ ഓട്ടോമാറ്റിക്കലി നല്ല പ്രഭാഷകനാവും. തീർച്ചയായിട്ടും. പക്ഷെ നല്ല പ്രഭാഷകന്മാരൊന്നും നല്ല എഴുത്തുകാരല്ല. അപ്പൊ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. കാരണം ഒരു എക്സാം ആയാലും നമ്മൾ കൺവിൻസ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി നമുക്ക് ഒരാൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും, ഒരു റിപ്പോർട്ട് കൊടുക്കാം. ഇപ്പൊ ഒരു നല്ല സയന്റിസ്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്തിട്ടുള്ള വർക്കുകൾ റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. നല്ല സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാൽ എക്സാമിനേഷന് നന്നായിട്ട് എക്സാം എഴുതുക, അത് കഴിഞ്ഞ് PhD ചെയ്യുന്ന സമയത്ത് എനിക്ക് തിസിസ് എഴുതണം. ഞാൻ കൃത്യമായിട്ട് എൻ്റെ തിസിസ് എഴുതാൻ സാധിക്കുന്നില്ല എങ്കിൽ അത് വായിക്കുന്ന ഒരാൾക്ക് കൺവിൻസിംഗ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന വിധത്തിൽ എനിക്ക് എഴുതി കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഐ ആം നോട്ട് എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ. അപ്പൊ കമ്മ്യൂണിക്കേഷൻ, ഭാഷ, ലാംഗ്വേജ്, വർത്തമാനം പറയാനുള്ള കഴിവ്, ഓറൽ കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല,
റിട്ടൺ കമ്മ്യൂണിക്കേഷൻ അത്യാവശ്യമാണ്. അതിന് വേണ്ടത് നല്ല ക്രിയേറ്റിവിറ്റിയാണ്. അതുകൊണ്ട് സാധാരണ പറയുമ്പോൾ ക്രിയേറ്റിവിറ്റി ആൻഡ് കമ്മ്യൂണിക്കേഷൻ കമ്പൈൻഡ് ആയിട്ടാണ് പറയാറുള്ളത്. അപ്പോൾ ആ രണ്ട് കഴിവുകളും. മൂന്നാമത് വേണ്ടത്, ഇപ്പം എനിക്കൊരു ജോലി കിട്ടുന്നത് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നമ്മൾ അപ്ലിക്കേഷൻ കൊടുത്തിട്ടാണ്. അമേരിക്കയിൽ ഒരാൾക്ക് ജോലി കിട്ടുന്നത്, എന്നെ ഒരു ക്ലാസ് കേട്ടു എന്ന് വിചാരിക്കുക, ഏതെങ്കിലും ഒരു ഗസ്റ്റ് ലെക്ചർ വന്നിട്ട്. അത് ഗസ്റ്റ് ലെക്ചർ ചിലപ്പോൾ പ്രൊഫസറാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയുടെ ഉടമയാവാം. അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഞാൻ ഒരു ഇമെയിൽ അയക്കാണ്, അങ്ങയുടെ ക്ലാസ് ഇഷ്ടമായി, ഇന്നതൊക്കെയാണ് ഞാൻ പഠിച്ചത്. ആ കൊടുക്കുന്ന കമ്മ്യൂണിക്കേഷനിലാണ് ആ പ്രൊഫസറും സ്റ്റുഡൻറ്റും തമ്മിൽ. അത് കമ്പൈൻഡ് ആയിട്ട് ഇവിടുത്തെ പോലെ പെർമനന്റ് പ്രൊഫസർ ആവണമെന്നില്ല. ഞാനിപ്പോൾ ഒരു പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് ആണ് IGFI യൂണിവേഴ്സിറ്റിയുടെ. ഞാൻ ഇന്ത്യയിലുള്ള എല്ലാ സെന്ററുകളിലും പോയിട്ട് ക്ലാസ് എടുക്കണം. അവിടുത്തെ ഒരു MBA സ്റ്റുഡന്റ് എൻ്റെ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടി എൻ്റെ മെൻറ്ററാവും, അല്ലെങ്കിൽ ഞാൻ ആ കുട്ടിയുടെ മെൻറ്റി ആയിട്ട് എടുത്തിട്ട് ഞാൻ ആ കുട്ടിയെ മെൻറ്റർ ചെയ്യും. ഇന്നതാണ് എനിക്ക് പഠിക്കേണ്ടത്, ഇന്നതൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോലി കിട്ടുമ്പോൾ ഞാൻ അവരെ റെഫർ ചെയ്യും. അതാണ് സാധാരണ മോഡേൺ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള വേണ്ടത്, എൻ്റെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിങ്ങിന്റെ കൂടെ ഭാഗമാണ്. ഞാൻ ആൾക്കാരുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുന്നു. മനുഷ്യൻ എന്ന് പറഞ്ഞ സമൂഹ ജീവിയാണ്. ബീയിങ് സോഷ്യൽ ഈസ് സോഷ്യൽ ബീയിങ്, ബീയിങ് ഹ്യൂമൻ ഈസ് ഹ്യൂമൻ ബീയിങ്. അപ്പോൾ ഒന്ന്, മനുഷ്യത്വപരമായിട്ട് നമുക്ക് പെരുമാറാൻ അറിയണം. രണ്ട്, സാമൂഹ്യമായിട്ട് ഇടപെടാനുള്ള കഴിവുണ്ടാവണം. ഈ രണ്ട് കഴിവുകളും ഉണ്ടെങ്കിൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ട് കാര്യമുള്ളൂ. അതല്ലെങ്കിൽ ഞാൻ നല്ല പോലെ പ്രഭാഷണം കൊടുക്കുന്ന ഒരാളാണ്, എൻ്റെ TV പ്രോഗ്രാം കഴിഞ്ഞു, അത് കഴിഞ്ഞ് നാളെ ഡോക്ടർ TPS എന്ന് പോയി യൂട്യൂബിൽ അടിച്ചു, അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ അടിച്ചു, എന്നിട്ട് എന്നെ തപ്പി കണ്ടുപിടിച്ച് എന്നെ കോണ്ടാക്ട് ചെയ്ത കുട്ടികളാണ്. നമ്മൾ കഴിഞ്ഞ 2015 ഇതേ മാസം ഏപ്രിൽ സാമൂഹ്യ പാഠത്തിൽ ഒരു ഇതേപോലൊരു ഷോ കഴിഞ്ഞിട്ട് ഇന്നും എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന കുട്ടികളുണ്ട്. അവർ ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ പഴയ കോണ്ടാക്ട് അത് വെച്ച് നമ്മളെ കണ്ടുപിടിച്ച് നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് അന്ന് ചോദ്യം ചോദിച്ച കുട്ടികൾ പിന്നെ നമ്മളെ കണ്ടിന്യൂസ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യാന്ന് പറയുമ്പോൾ ആ നെറ്റ്വർക്കിംഗ് ആണ് കമ്മ്യൂണിക്കേഷൻ. സോ കമ്മ്യൂണിക്കേഷൻ ഭാഷ മാത്രമല്ല, പറയാനുള്ള കഴിവ് മാത്രമല്ല, എഴുതാനും ഇതിനൊക്കെ കവിഞ്ഞ് നെറ്റ്വർക്കിങ്ങിനുള്ള കമ്മ്യൂണിക്കേഷൻ അത് വളരെ വളരെ അത്യാവശ്യമാണ്. അത് വളരെ ചുരുക്കമാണ് കേരളത്തിൽ. തീർച്ചയായിട്ടും സാർ, ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ കുറിച്ച് സാറ് വളരെ വിശദമായി തന്നെ പറയുകയുണ്ടായി. സാർ, അതുപോലെ തന്നെ നമ്മുടെ ഒരു യുവത നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയാൻ പറ്റില്ല, ഒരു ആശയക്കുഴപ്പമാണ് ഈ പലപ്പോഴും ഈ കോഴ്സുകൾ തിരഞ്ഞെടുക്കേണ്ടി വരുന്ന സമയത്ത്. അവർക്ക് മുമ്പിൽ ഒരുപാട് കോഴ്സുകളുടെ അനന്തമായ വിസ്തൃതമായ ഒരു ലോകം അവർക്ക് മുന്നിലുണ്ട്. തങ്ങൾക്ക് അഭിരുചി തോന്നുന്ന കോഴ്സുകളുമുണ്ട്. ഇപ്പോൾ ഈ അഭിരുചി തോന്നുന്ന കോഴ്സുകൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അനുയോജ്യമായ തൊഴിലിടത്ത് എത്തപ്പെടാൻ സാധിക്കുമോ, അവരുടെ ജീവിതം സുസ്ഥിരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? ഇപ്പോൾ പാരൻസിൻ്റെ സ്വപ്നം വരുന്നത് മറ്റു രീതിയിലായിരിക്കും. അപ്പോൾ ഈ അഭിരുചിയും ഈ കോഴ്സുകളും അതൊക്കെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിനെക്കുറിച്ച് എന്താ പറയാമോ സാർ? കിരൺ പറഞ്ഞ സമയത്ത് പാരൻസിൻ്റെ അഭിരുചി ഓട്ടോമാറ്റിക്കായിട്ട് അതിനകത്ത് വന്നു. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തിരുവനന്തപുരത്ത് ഒരു 10 ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ പരിചയമുള്ള 1-2 പേര് കാണാൻ വന്നിരുന്നു. 1-2 പേര് ഫോൺ വിളിച്ചു. അതിലൊരു അമ്മ വിളിച്ച് പറഞ്ഞത്, എൻ്റെ മകൻ BTech ഇലക്ട്രിക്കൽ കഴിഞ്ഞു, ഇനി എന്താ പഠിക്കേണ്ടതെന്ന്. അവർ ചോദിക്കുന്നത് ആരാണ്? അമ്മയാണ്. അപ്പോൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കുമ്പോൾ ഈ എഞ്ചിനീയറിംഗുമായിട്ടൊരു ബന്ധമില്ലാത്തൊരു ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാരാണ്. പലപ്പോഴും സംഭവിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ വല്ലാണ്ട് ഗൈഡ് ചെയ്യുന്നു കുട്ടികളെ. അപ്പോൾ അവരുടെ അഭിരുചി മക്കളുടെ പേരിലേക്ക് നമ്മൾ അടിച്ച് ഏൽപ്പിക്കുകയാണ്. നമ്പർ 1. നമ്പർ 2, നമ്മളിപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് IAS-ന്റെ എൻട്രൻസിൻ്റെ റിസൾട്ട് വന്നത്. പണ്ടെപ്പോഴോ പയ്യന്നൂർ ക്ലാസ് എടുത്ത സമയത്ത് എൻ്റെ ക്ലാസ്സിലിരുന്ന ഒരു കുട്ടിക്ക് ഇപ്രാവശ്യം 40ാമത്തെ റാങ്ക് കിട്ടിയിട്ടുള്ള കുട്ടി എൻ്റെ സ്റ്റുഡൻ്റാണ്. അപ്പം അത് കഴിഞ്ഞ് ഒരു പ്രാവശ്യം കണ്ടപ്പോൾ പറഞ്ഞു, അന്ന് ആ ക്ലാസ്സിലിരുന്നപ്പോൾ കിട്ടിയൊരു ട്രിഗറാണ് നമ്മളെ സിവിൽ സർവീസിലേക്ക് നയിച്ചത്. ഒരു ട്രിഗർ മതി നമുക്ക്. ആ ഒരു പാഷൻ ഉള്ള ഒരാൾക്ക് ആ ഒരു ട്രിഗറിലൂടെ നമ്മൾ അതിനകത്തേക്ക് ചാടി പുറപ്പെട്ട് നമ്മൾ ആ ഒരു വഴിയിലേക്ക് നീങ്ങും. 10ാം ക്ലാസ് വരെ പഠിക്കുന്ന എല്ലാ വിഷയങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്ന നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം കഴിയുമ്പോൾ ആ ഒരു കുട്ടിക്ക് തീരുമാനിക്കാൻ പറ്റണം, എനിക്ക് മാത്സ് പഠിക്കണോ, ഫിസിക്സ് പഠിക്കണോ, കെമിസ്ട്രി പഠിക്കണോ, ബയോളജി പഠിക്കണോ, അല്ല സോഷ്യൽ സയൻസ് പഠിക്കണോ, അതിൽ ജിയോഗ്രഫി ആണോ എനിക്ക് ഇഷ്ടമെന്ന്. അപ്പം നമ്മുടെ മുമ്പിൽ ഒരു ബഫേ വെച്ചതുപോലെയാണ് 10ാം ക്ലാസ്. ആ ബഫേയിൽ നിന്ന് ഏതാണോ ഞാൻ 2ാമത്തെ
ഒരു പ്രാവശ്യം എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കി രണ്ടാമത് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് രണ്ടാമത്തെ ഭക്ഷണം കഴിക്കുന്നത് പോലെ +1 +2 എടുക്കുമ്പോൾ സയൻസ് എടുക്കണോ എന്ന് തീരുമാനിക്കാം. ഇനി അവിടെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ പലരോടും പറയാറുള്ളത് +1 +2 മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ചോളാൻ. കാരണം അത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോകാൻ ബുദ്ധിമുട്ടാണ്. സോഷ്യൽ സയൻസോ കൊമേഴ്സോ ഒക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. അതും കൂടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് തീരുമാനിക്കാൻ പറ്റണം, എനിക്ക് എഞ്ചിനീയറിംഗ് വേണോ, മെഡിക്കൽ വേണോ, അല്ല റിസർച്ചിനാണോ താല്പര്യം. ഇപ്പം പല കുട്ടികളും +1 +2 കഴിഞ്ഞ ഉടനെ നമ്മളോട് ചോദിക്കും, എനിക്ക് മെഡിക്കലിനും കിട്ടിയിട്ടുണ്ട്, ഐസറിലും കിട്ടിയിട്ടുണ്ട്, ഏതിനാണ് പോകേണ്ടത്? അപ്പൊ നമ്മൾ ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾക്ക് റിസർച്ചിൽ കുറച്ചെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഐസറാണ് ബെറ്റർ. അപ്പൊ എന്ത് പഠിക്കുന്നു, എവിടെ പഠിക്കുന്നു, ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. മസാല ദോശ കഴിക്കണമെങ്കിൽ ഞാൻ ഇന്ന ഹോട്ടലിൽ തന്നെ പോകണം. അതേപോലെ വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയിട്ട് ഞാൻ നോൺ വെജിറ്റേറിയൻ ഓർഡർ ചെയ്താൽ എന്ത് പറ്റും? കിട്ടില്ല. അപ്പൊ എവിടെ പഠിക്കുന്നു എന്നതിനനുസരിച്ചിട്ടാണ് എന്ത് പഠിക്കുന്നു എന്ന് കൂടി നമ്മൾ തീരുമാനിക്കേണ്ടത്. ഇത് രണ്ടും വളരെ റിലേറ്റഡ് ആണ്. അതുകൊണ്ട് നമ്മുടെ ഒരു വിഷൻ ജീവിതത്തിൽ എന്താവണം, ഒരു കൃത്യമായിട്ടുള്ള ഒരു പാത്ത്, അത് ഇപ്പൊ 2024 ഏപ്രിൽ മുതൽ ഞാൻ 2025 ഏപ്രിൽ ആകുമ്പോൾ ഇവിടെ എത്തും, 2027 ആകുമ്പോൾ ഇവിടെ എത്തും. അങ്ങനെ ഒരു ലൈഫിന്റെ ഒരു സ്കെച്ചും ഒരു പ്ലാനും ഇല്ലെങ്കിൽ നമ്മളൊരു പ്ലാൻ ഇല്ലാതെ വീടെടുക്കാൻ പോകുന്ന പോലെയാവും. തീർച്ചയായും അവർ എന്തെങ്കിലുമൊക്കെ കോഴ്സ് ചെയ്യും, അത് കഴിഞ്ഞ് ഇനി എന്താണ് എന്നുള്ളൊരു കൺഫ്യൂഷൻ അവിടെയാണ് ഉണ്ടാവുന്നത്. ആ കൺഫ്യൂഷൻ ഇല്ലാതിരുന്നാൽ തീർച്ചയായിട്ടും, അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയാം, കരിയർ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്, ജോബ്, അതൊന്നും അത്യാവശ്യമല്ല. അത് ലോകത്തിൽ നമ്മൾ ഗൂഗിൾ ചെയ്താൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും അഭിരുചി ഉണ്ടാവണം. ഞാൻ ആദ്യം പറഞ്ഞ നല്ലൊരു മെന്റർ ഉണ്ടാവണം. അവരെ നമ്മൾ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് ഇന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റണമെങ്കിൽ ഒരു കോളിൽ ഒരു ദിവസം ചെയ്തിട്ട് പിന്നെ നമ്മൾ കോൺടാക്ട് ചെയ്തിരുന്ന കാര്യമില്ല. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു മോണിറ്ററിങ്ങും മെന്ററിങ്ങും അത്യാവശ്യമാണ്. അത് കേരളത്തിൽ പണ്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഒരു അസാപ്പ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം. അസാപ്പ് എന്നൊരു പ്രോഗ്രാമിൽ ഞാൻ മെന്ററായിട്ട് മെന്റർ നാവിഗേഷൻ പ്രോഗ്രാം ടീച്ചേഴ്സിനുള്ള ട്രെയിനിങ് കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം കൊടുത്ത ഒരാളാണ്. അത്യാവശ്യമാണ്, നല്ലൊരു മെന്റർ ആവശ്യമാണ്, നല്ലൊരു ഗൈഡൻസും ആവശ്യമാണ്. ഒരു 10ാം ക്ലാസ് കഴിയുന്ന കുട്ടിക്ക് സ്വയമേ തീരുമാനമെടുക്കാൻ സാധിക്കണം. തനിക്ക് ഏത് വിഷയമാണ് താൻ ഇനി പഠിക്കേണ്ടത്, തൻ്റെ മേഖല ഏതാണ് എന്നുള്ളത് തീരുമാനിക്കാനുള്ള ഒരു ഔട്ട്ലുക്ക് ആ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം അവന് നൽകണം. സാർ, ഇപ്പോൾ നമ്മൾ തുടക്കത്തിലൊരു സാങ്കേതിക വിദ്യയുടെ വികാസത്തെക്കുറിച്ചും ഈ സാങ്കേതിക വിദ്യ എത്തരത്തിൽ ക്രിയാത്മകമായിട്ട് യുവത യൂട്ടിലൈസ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയുണ്ടായി. സാർ, നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. നമ്മുടെ ഒരു പ്രേക്ഷകൻ ലൈനിൽ ചേരുകയാണ്. നമസ്കാരം, സാമൂഹ്യപാഠത്തിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം. സാമൂഹ്യപാഠമാണ്. പേര് പറഞ്ഞ് പരിചയപ്പെടുത്താമോ? പേരെന്താണ്? പേര് നിമി, ട്രിവാൻഡ്രത്തിനാണ് വിളിക്കുന്നത്. ഓക്കെ നിമി, സാമൂഹ്യപാഠത്തിലേക്ക് സ്വാഗതം. സാറിനോട് ചോദിക്കുക, എന്താണ് സംശയം? പറയൂ നിമി. സർ, നമുക്കിപ്പോ വലിയൊരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഫീൽഡാണ് എല്ലാം. അപ്പൊ നമുക്ക് MBBS പോലെയുള്ള വലിയ ജോലിക്ക് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമ്മൾ കുഞ്ഞാവുമ്പോ തന്നെ എന്തെങ്കിലുമൊക്കെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ടോ? ഏത് പ്രായത്തിലുള്ള കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഈ ചോദ്യം? കുഞ്ഞാവുമ്പോ എന്ന് ചോദിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. ഒരു 8th 9th ക്ലാസ്സിലൊക്കെയുള്ള. സാധാരണഗതിയിൽ ഒരു 7ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഞാനും എൻ്റെ ജീവിതവും എനിക്ക് ചുറ്റുമുള്ള ജീവിതവും പഠിക്കുന്നതാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം തന്നെ. അപ്പൊ 8ാം ക്ലാസ് മുതൽ അബ്സ്ട്രാക്ട് സയൻസ് ആണ്. അബ്സ്ട്രാക്ട് സയൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ആറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണണമെന്നില്ല. അപ്പൊ ആറ്റത്തിന്റെ കൺസെപ്റ്റ് പഠിപ്പിക്കുന്നത് 8ാം ക്ലാസ് മുതലാണ്. മാത്തമാറ്റിക്സിൽ സെറ്റ് തിയറി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, അത് അബ്സ്ട്രാക്റ്റ് ആണ്, അത് പഠിക്കുന്നത് 8ാം ക്ലാസ് മുതലാണ്. അത്തരം വിഷയങ്ങൾ പഠിക്കുമ്പോൾ തന്നെ നമ്മുടെ അഭിരുചി മനസ്സിലാവും. എനിക്ക് മാത്തമാറ്റിക്സിലാണോ, ഇത് വിഷ്വലൈസ് ചെയ്യാനുള്ളൊരു കഴിവ്, കൺസെപ്ച്വലൈസ് ചെയ്യാനുള്ളൊരു കഴിവ്, മനസ്സിൽ ആക്കാനുള്ള കഴിവ്. ഞാൻ വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത്, മനസ്സിൽ ആക്കുക. ബൈ ഹാർട്ട് പഠിക്കുക എന്നുള്ളതിൽ വ്യത്യാസമുണ്ട്. ബൈ ഹാർട്ട് പഠിക്കരുതെന്നാണ് പറയുക. പക്ഷെ ഞാൻ പറയാറുള്ളത് ലേൺ ബൈ ഹാർട്ട് എന്നാണ്. അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓ എനിക്ക് കെമിസ്ട്രി ഇഷ്ടമാണ്, ബയോളജി ഇഷ്ടമാണ്, അപ്പം ഈ കുട്ടിയെ നമുക്ക് മെഡിസിനിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ ബയോളജി ഇഷ്ടമാണ് പക്ഷെ കെമിസ്ട്രി ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അത് കുട്ടിയുടെ അഭിരുചിയല്ല, ടീച്ചേഴ്സിൻ്റെ ഒരു പ്രാധാന്യം കൊണ്ട് നമ്മൾ അറിയാണ്ട് ഇഷ്ടപ്പെടുന്ന പോകുന്നതാണ്. അപ്പോൾ ഈ അനാലിസിസ്, ഒരു കുട്ടിക്ക് ഏത് വിഷയമാണ് ഇഷ്ടം, അത് എങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് കൃത്യമായിട്ട് അറിഞ്ഞാൽ ആ കുട്ടിയെ നയിക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു അനാലിസിസും കൃത്യമായിട്ടുള്ള ഒരു ഡിസ്കഷനും കട്ടിയാൽ മാത്രമേ നമുക്ക് ഒരാളെ നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. റൈറ്റ്. അതിന് ഇപ്പൊ അടുത്ത കാലത്ത് കുറേ സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. പക്ഷെ ഈ സോഫ്റ്റ്വെയർസ് ഒന്നും ഇന്ത്യയുടെ സിറ്റുവേഷനിൽ, നമ്മുടെ പാരമ്പര്യത്തിൽ
നമുക്ക് ചോദ്യങ്ങൾ ചോദിച്ച് 40 ചോദ്യം ചോദിച്ച് ഉത്തരം കൊടുത്തിട്ട് കമ്പ്യൂട്ടറിനെ കൊണ്ട് പറയിപ്പിക്കാൻ സാധിക്കാത്ത തരത്തിൽ നമ്മുടെ കൾച്ചർ വളരെ കോംപ്ലക്സ് ആണ്. അതുകൊണ്ട് ഏറ്റവും അത്യാവശ്യം വേണ്ടത് കുട്ടികളുമായിട്ട് കൃത്യമായിട്ട് സംസാരിച്ച്, ഇപ്പം എന്നോട് ഏതെങ്കിലും ഒരു കുട്ടി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമ്മ പറയുന്നു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു ഇനി എന്ത് പഠിക്കണം, ഞാൻ അവരെ ഗൈഡ് ചെയ്യാറില്ല. പക്ഷെ കൃത്യമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് 4-5 ചോദ്യം ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും നിങ്ങളുടെ ഫീൽഡ് ഇന്നതാണ്, ഇതിൽ പോയാൽ നിങ്ങൾ കുറച്ചുകൂടി എക്സൽ ചെയ്യുന്നു നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യമാണിത്. ഓക്കെ നിമി, മനസ്സിലായെന്ന് വരുന്നു. വിളിച്ചതിന് വളരെയധികം നന്ദി. സാർ, ഇപ്പോൾ ചോദിക്കാൻ വന്നൊരു ചോദ്യം എന്ന് പറയുന്നത് ഒരു സാങ്കേതിക വിദ്യയുടെ ഒരു വികാസം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു പരിതസ്ഥിതിയിൽ നമ്മൾ വിദ്യാഭ്യാസത്തെ നിർവചിക്കുമ്പോൾ ആധുനികമായ ഈ വിവര സാങ്കേതിക വിദ്യകളൊക്കെ ഇത്തരത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഇത്തരത്തിൽ വിദ്യാഭ്യാസത്തെ, എഡ്യൂക്കേഷനെ നിർവചിക്കാൻ സാധിക്കും? അതിനെക്കുറിച്ച് പറയാമോ സാർ? ഇപ്പോൾ ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ് റൂമുകളിൽ ഇരുന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് എന്നുള്ള ധാരണ ഇപ്പം മാത്രമല്ല പണ്ടുമില്ല. ഇപ്പം യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ തുടങ്ങിയിട്ടുള്ളത് മൗലാന ആസാദ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. അത് തുടങ്ങിയിട്ടുള്ള മൗലാന ആസാദ് സ്കൂൾ എഡ്യൂക്കേഷൻ കിട്ടാത്ത ഒരാളാണ്, ഹോം എഡ്യൂക്കേഷനാണ്. ഭാരതീയ പാരമ്പര്യത്തിൽ നമുക്ക് ഹോം സ്കൂളിംഗ് ആയിരുന്നു. ഇപ്പോൾ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ പറഞ്ഞിട്ടുള്ള ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇതേ ഭാരതീയമായിട്ടുള്ള പഴയ കൺസെപ്റ്റാണ്. ആ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യപ്പെടണമെങ്കിൽ എല്ലാവരും വിദ്യാഭ്യാസമുള്ളവരാവണം, എങ്കിലേ നമുക്ക് അത്തരം വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ധാരണയുണ്ട്. ശരിക്കും അതില്ല. കാരണം എൻ്റെ കയ്യിലുള്ളൊരു മൊബൈൽ ഫോൺ ഏത് ടീച്ചറെക്കാളും ഏത് പ്രൊഫസറെക്കാളും കേമായിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഇതിലേക്ക് ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളാവണം ടീച്ചർ. അപ്പോൾ ടീച്ചർമാരിപ്പോൾ പ്രൊഡ്യൂസേഴ്സാണ്. അവർക്ക് പറ്റുന്ന ആൾക്കാരെയൊക്കെ കണക്ട് ചെയ്ത് ഒന്ന് ചെയ്യിപ്പിക്കാൻ സാധിച്ചാൽ അവർക്ക് ഏത് വിദ്യയും എവിടെയും പഠിപ്പിക്കാം. അപ്പം നമുക്കൊരു ഒരു ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ ഇന്ന് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഒന്നും റെഫർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഗൂഗിളിൽ പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വിഷയങ്ങളും കിട്ടും. അത് കുറച്ചും കൂടി റിഫൈൻ ആക്കണമെങ്കിൽ ഇഷ്ടംപോലെ പിന്നെ ഓഗ്മെന്റഡ് റിയാലിറ്റിയുടെ സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. അപ്പോൾ ഓഗ്മെന്റഡ് റിയാലിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇത് വെച്ചിട്ടുള്ള പഠനം, അത് മോഡേണിറ്റി വേണം. പക്ഷെ ഭാരതീയമായ നമ്മുടെ പഴയ പൈതൃകവും നമ്മുടെ പാരമ്പര്യവും ലോക്കലായിട്ടുള്ള നോളജും, ഭാരതം എന്ന് പറയുന്ന കാശ്മീർ മുതൽ കന്യാകുമാരി വരെയും തെക്ക് മുതൽ വടക്കും കിഴക്ക് മുതൽ പടിഞ്ഞാറും വരെ നീണ്ടു കിടക്കുന്ന 3200 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു രാജ്യത്ത് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം നടക്കില്ല. അതുകൊണ്ട് അത്യാവശ്യമായിട്ട് ലോക്കലൈസ്ഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം വേണം. ആ ലോക്കലൈസ്ഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം അതോടുകൂടെ ഗ്ലോബൽ ആയിട്ടുള്ള ചിന്തകളോടുകൂടി വളരാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഓഗ്മെന്റഡ് റിയാലിറ്റി, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, ഇത്തരം കാര്യങ്ങളോട് കൂടെ തന്നെ നമ്മുടെ ഭാരതീയമായ പാരമ്പര്യവും കൾച്ചറും ഒക്കെ ചേർത്തുകൊണ്ട് ഉണ്ടാക്കാവുന്ന ചെറിയ ചെറിയ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ഗ്രാൻഡ്മാ ചൈൽഡ് കെയർ ശിക്ഷ ഗുരുകുലം എന്ന കൺസെപ്റ്റിൽ ഞാൻ പാൻ ഇന്ത്യ ഓരോ സ്ഥലങ്ങളിലും പോയിട്ട് ടീച്ചേഴ്സിന്റെ ഗൈഡൻസ് കൊടുക്കുന്നത്. ആ ടീച്ചേഴ്സിന്റെ ഗൈഡൻസ് കൊടുക്കുന്നത് എന്തിനാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം നിങ്ങൾ ഡിഫൈൻ ചെയ്യുക. അവിടെയാണ് ഞാൻ പറഞ്ഞ ക്രിയേറ്റിവിറ്റിയും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഒക്കെ വേണ്ടത്. അതല്ലാതെ ഒരു സിലബസിൽ തന്നിട്ടുള്ള അതുപോലെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർ പഠിച്ച് 10ാം ക്ലാസ് 12ാം ക്ലാസ് ആകുമ്പോഴത്തേക്കും ഈ സിലബസിലുള്ള ഒന്നും കാര്യം ഉണ്ടാവില്ല. അപ്പൊ നമ്മളിപ്പം പലപ്പോഴും ഡിസ്കഷനിലും പരിഹസിച്ചുകൊണ്ട് പറയല സൈനും കോസും പഠിച്ചുകൊണ്ട് എന്താ ഗുണം എന്ന്. അതെന്താ ഗുണം എന്നൊരാൾ ചോദിക്കാൻ കാരണം അത് പഠിപ്പിക്കുന്ന സമയത്ത് ഇതിന്റെ ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് പഠിപ്പിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ എന്ത്, എവിടെ, എങ്ങനെ, എന്തിന്, ആർക്ക് വേണ്ടി, എപ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി പഠിക്കണം എന്ന് പഠിപ്പിക്കുന്ന തരത്തിൽ വിദ്യാഭ്യാസം മാറ്റണം. ഞാൻ 8ാം ക്ലാസ് കഴിഞ്ഞിട്ട് 10ാം ക്ലാസ്സിൽ എത്തുന്നവരെ, 10ാം ക്ലാസ് കഴിഞ്ഞ് 12ാം ക്ലാസ്സിൽ എത്തുന്നവരെ, അത് കഴിഞ്ഞിട്ട് 3 ലക്ഷം കുട്ടികൾ പാസ്സാവുന്നുണ്ടെങ്കിൽ അതിൽ 75,000 കുട്ടികളെ മാത്രം എഞ്ചിനീയറിംഗിനും 50,000 കുട്ടികളെ മെഡിസിനും ചേർക്കുന്നത് ഇവരെ ഫിൽട്ടർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ആ ഫിൽട്ടർ ചെയ്യുന്ന പ്രോസസ്സ് ആണ് വിദ്യാഭ്യാസം. അപ്പൊ അഭിരുചിക്കനുസരിച്ച് അവരെ ഫിൽട്ടർ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം. ആ സമ്പ്രദായമൊക്കെ കറക്റ്റാണ്. പക്ഷെ അവർക്ക് കൊടുക്കുന്ന ഫുഡ് ഉണ്ടല്ലോ, അതിനകത്ത് കൊടുക്കുന്ന കണ്ടന്റ്, അത് കുറച്ചും കൂടി റിവൈസ് ചെയ്ത് കൊണ്ടുവന്ന് ലോക്കലും ഗ്ലോബലും ആയിട്ട് മിക്സ് ചെയ്ത് നൂതന വിദ്യാഭ്യാസവും വേണം, പുരാതനവും വേണം. അതുകൊണ്ടാണ് സനാതനം എന്ന വാക്കിന് തന്നെ അർത്ഥം ചിരപുരാതനവും നിത്യനൂതനവും ചേർന്നതെന്നാണ്. അപ്പൊ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം
സനാതന ധർമ്മ ഗോൾ ഉള്ളതാവണം എന്നാണ് ഞാൻ പറയാറുള്ളത്. തീർച്ചയായിട്ടും സാർ, നമ്മൾ യുവതയുടെ ഭാവി നിർണ്ണയം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് നമ്മുടെ ചർച്ച മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും നമ്മൾ ഈ കുട്ടികളോടും യുവാക്കളോടും ഒക്കെ പറയുന്ന കാര്യമാണ് നിങ്ങൾ സ്മാർട്ട് ആവുക എന്ന്. ഈ സ്മാർട്ട് എന്ന് പറയുന്ന പദം നമ്മളിങ്ങനെ നിത്യജീവിതത്തിൽ ഒരുപാട് തവണ കേൾക്കുന്നുണ്ട്. ഈ സ്മാർട്ടിനെ എത്തരത്തിൽ നമുക്ക് ആധുനികമായിട്ട് നിർവചിക്കാൻ സാധിക്കും? ഒപ്പം തന്നെ സാർ, അതിനോട് ചേർത്ത് തന്നെയാണ് ചോദിക്കേണ്ടത്, ഈ മികച്ചൊരു നേതൃത്വ ഗുണം, ലീഡർഷിപ്പ് ക്വാളിറ്റി, അതും ഈ സ്മാർട്ടും കൂടെ ചേർത്ത് നമുക്ക് എത്തരത്തിൽ വായിക്കാൻ സാധിക്കും? അതിനെക്കുറിച്ച് പറയാം. വളരെ അത്യാവശ്യവും വളരെ രസകരമായിട്ടുള്ളൊരു ചോദ്യമാണിത്. കാരണം പലരും പറയാറുള്ളത് ഹാർഡ് വർക്ക് ചെയ്യണമെന്നാണ് പണ്ടൊക്കെ. അത് മാറ്റിയിട്ട് ഇപ്പം വന്നിട്ടുള്ളൊരു പുതിയ വേർഡാണ് സ്മാർട്ട് വർക്ക് ചെയ്യുന്നത്. പക്ഷെ പലരോടും എന്താണ് ഈ സ്മാർട്ട് വർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു നിർവചനമില്ല. പക്ഷെ ഞാൻ സാധാരണ പറയാറുള്ളത്, എൻ്റെ കയ്യിലൊരു ഹാമറുണ്ട്, അടിക്കാനുള്ള ഹാമർ. വലിയൊരു കല്ലുണ്ട്. അതിനെ അടിച്ച് പൊട്ടിക്കണമെങ്കിൽ ഞാൻ ഒരു 100 പ്രാവശ്യം അടിക്കുന്നത് ഹാർഡ് വർക്കാണ്. പക്ഷെ ആ കല്ലിൻ്റെ രൂപവും ഭാവവും ഒക്കെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറച്ചിട്ട് നോക്കിയാൽ ഒരു കൽപ്പണിക്കാരൻ അങ്ങനെയാണ് ചെയ്യുക. കറക്റ്റായിട്ട് 4 സ്ഥലത്ത് അടിച്ചു കഴിഞ്ഞാൽ ആ കല്ല് പൊട്ടും. അത് എനിക്ക് ആവശ്യമുള്ള ഷേപ്പിലേക്ക് മാറ്റി പൊട്ടിക്കാൻ ഉള്ള കഴിവാണ് സ്മാർട്ട്നെസ്. അപ്പോൾ സ്മാർട്ട്നെസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നതല്ല, എനിക്കാവശ്യമുള്ള ഔട്ട്പുട്ടാക്കി മാറ്റാൻ എനിക്കുതകുന്ന വിധത്തിൽ എൻ്റെ പ്രയത്നത്തെ ഫലം എത്തിക്കാനുള്ള എൻ്റെ ഒരു കഴിവിനെയാണ്. അപ്പോൾ അതിന് സ്കില്ല് വേണം. തീർച്ചയായിട്ടും എനിക്ക് കൃത്യമായിട്ടുള്ള അറിവുണ്ടാവണം. ആ അറിവിനനുസരിച്ച് മാത്രമേ എനിക്ക് പ്രശ്നങ്ങളെ നേരിടാനുള്ള കഴിവ് ഒരു ലീഡർക്കുള്ളത് പോലെ. ഇപ്പോൾ ഒരു ലീഡർ എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു അനുബന്ധ ചോദ്യം അതായിരുന്നല്ലോ. എൻ്റെ ചുറ്റുമുള്ള എല്ലാ സാഹചര്യങ്ങളെയും കൃത്യമായി വിശകലനം ചെയ്ത് മനസ്സിലാക്കി, ആ ഒരു കല്ലിൻ്റെ ചുറ്റും നോക്കി മനസ്സിലാക്കി എവിടെ ഹാമർ അടിച്ചിട്ട് എനിക്ക് ഷേപ്പ് ഉണ്ടാക്കി മാറ്റണോ എന്നറിയുന്നത് പോലെ ഈ സിറ്റുവേഷനെ എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് ഉതകുന്ന വിധത്തിൽ എങ്ങനെ മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി. ഒരു ലീഡർ എന്ന് പറയുന്നത് അവൻ്റെ കഴിവ്, അവന് നന്നാവാൻ സാധിക്കണം, അവനെ ചുറ്റുമുള്ളവരെ നന്നാക്കാനും സാധിക്കണം. അപ്പോഴേ അയാൾ ലീഡർ ആവുള്ളൂ, അല്ലെങ്കിൽ അയാൾ സെൽഫിഷ് ആവുക ചെയ്യും. അപ്പോൾ എനിക്ക് ചുറ്റുമുള്ള അറിവുണ്ടാവുകയും വേണം, മുമ്പിലേക്കുള്ള വഴി ബാക്കിയുള്ളവരെ ലീഡ് ചെയ്യാനുള്ള ഒരു കഴിവ്. അതാണ് ലീഡർ എന്നുള്ള വാക്കിൽ. അപ്പോൾ ഹൗ ഡു ഐ ലീഡ്? ഇപ്പൊ സ്വാമി വിവേകാനന്ദൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് 50 വർഷം മുമ്പ് പ്രെഡിക്റ്റ് ചെയ്തതാണ്. കൃത്യം 50 വർഷം കഴിയുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമെന്ന്. അതൊരു ലീഡർഷിപ്പാണ്. ലീഡർഷിപ്പിന് അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു വിഷനാണ്. പിന്നെ വേണ്ടത് അവനവന്റെ ഒരു കഴിവ്. അത് ഫിസിക്കൽ, ഇമോഷണൽ, ഇന്റലക്ച്വൽ, സോഷ്യൽ, സ്പിരിച്വൽ ബ്ലെൻഡ് ആവണം. അത് ഞാൻ 5 ഫോൾഡ് ഡെവലപ്മെന്റ് എന്ന് പറയാം. ഏത് ലീഡർക്കും ഈ 5 ഫോൾഡ് ഡെവലപ്മെന്റ് വേണം. കാട്ടിലെ രാജാവ് ആരാ? അതാരാ പറഞ്ഞേ? സിംഹാണെന്ന് എളുപ്പ ഉത്തരം പറഞ്ഞു. നമ്മൾ ഏത് കഥകളിലും കാട്ടിലെ രാജാവായിട്ട് നമ്മൾ പ്രൊജക്ട് ചെയ്യുന്നത് സിംഹമാണ്. എന്താ കാരണം? കാരണം സിംഹം സ്വന്തം തീരുമാനിച്ചു ഞാൻ ലീഡറാണെന്ന്, അല്ലേ? സ്വയമേവ മൃഗേന്ദ്രജ എന്നാണ്. ആരും ഒരു വലിയൊരു ഫംഗ്ഷൻ വെച്ചിട്ട് സിംഹത്തിന്റെ തലയിൽ കിരീടം വെച്ചിട്ട് നീ നാളെ മുതൽ രാജാവാണെന്ന് പറഞ്ഞ കഥ ആരും കേട്ടിട്ടില്ല. അത് ഓരോ വാക്കിലും ഓരോ പ്രവൃത്തിയിലും എൻ്റെ നടപ്പില് അതാണ് ഫിസിക്കൽ. ഇമോഷണലായിട്ട് എനിക്ക് കൺട്രോൾ ഉണ്ടാവണം, ഇന്റലക്ച്വൽ ആയിട്ട് ഷാർപ്പ് ആവണം, സോഷ്യൽ ആയിട്ട് ആക്റ്റീവ് ആവണം, സ്പിരിച്വൽ ആയിട്ട് ഹയർ ആവണം. കാരണം മനുഷ്യൻ ഒരു സ്പിരിച്വൽ ബീയിങ് ആണ്. അതാണ് മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഈ ക്വാളിറ്റികളുള്ള ഒരു മനുഷ്യൻ ചെയ്യുന്ന എല്ലാ വർക്കുകളും ഓട്ടോമാറ്റിക്കലി സ്മാർട്ട് ആവും. അപ്പൊ സ്മാർട്ട്നെസ് എന്ന് പറയുന്നതും ലീഡർഷിപ്പ് എന്ന് പറയുന്നതും വളരെ കണക്റ്റഡ് ആണ്. അത് ആ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് വളരെ സ്മാർട്ട് ആയിട്ടുള്ള ചോദ്യമാണ്. തീർച്ചയായിട്ടും സാർ അതുപോലെ തന്നെ ഈ പ്രതിസന്ധികളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. ജീവിതത്തിൽ ഈ ലക്ഷ്യവും സ്വപ്നവും ഒക്കെ ചേർത്ത് പറയുമ്പോൾ ഈ പ്രതിസന്ധി എന്ന് പറയുന്ന വാക്ക് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നതുമാണ്. സാർ, ഈ പ്രതിസന്ധി അല്ലെങ്കിൽ ഈ പരാജയം വിജയത്തിന് എത്രത്തോളം ആവശ്യമാണ്? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഇപ്പോൾ പണ്ടുള്ളൊരു പ്രോവർബാണ്, പരാജയമാണ് വിജയത്തിൻ്റെ. അത് ആവണമെന്നില്ല. പലപ്പോഴും നമുക്ക് പരാജയം അല്ലെങ്കിൽ വിജയം എന്ന് പറയുന്നത്, ഇത് പണ്ടൊരു കഥ പറയാറുണ്ട്, നമ്മുടെ ബൾബ് കണ്ടുപിടിച്ച ആള് 1000 പ്രാവശ്യം തോറ്റിട്ടാണ് ഒരു ബൾബ് ഉണ്ടാക്കിയത്. അങ്ങനെ ആവണമെന്നില്ല. ആദ്യത്തെ പ്രാവശ്യം തന്നെ ചിലപ്പം വിജയിച്ചു എന്നും വരാം. എല്ലായ്പ്പോഴും അത് നടക്കണമെന്നില്ല. പക്ഷെ ഓരോ പരാജയവും ഓരോ പഠനമാണ്. അപ്പൊ അതുകൊണ്ട് ഒരേ തെറ്റുകൾ പല പ്രാവശ്യം കണ്ടിന്യൂ ചെയ്യാതെ പുതിയ പുതിയ തെറ്റുകൾ നമുക്ക് ഉണ്ടാവാം. നമ്മൾ റിഫൈൻ ചെയ്യാണ് ഓരോ പ്രാവശ്യവും. ഇപ്പൊ നമ്മൾ ഒരു കല്ല് അടിച്ച് പൊട്ടിച്ചാല്
അതിന് കുറേ ഷാർപ്പ് എഡ്ജുകൾ ഉണ്ടാവും. ആ ഷാർപ്പ് എഡ്ജുകൾ ഓരോ സ്ഥലത്തും ഒരഞ്ഞായിട്ടാണ് നമ്മുടെ ഈ റിവറിൽ അവസാനം നമ്മൾ നദിയിൽ കാണുന്ന നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു കല്ല്. അപ്പൊ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് പല പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് തട്ടി മുട്ടി ഷാർപ്പൺ ചെയ്തിട്ടുള്ള എഡ്ജുകളെയൊക്കെ സ്മൂത്തൻ ചെയ്യുമ്പോഴാണ് കാണാൻ ഭംഗിയുള്ള ഒരു കല്ലായിട്ട് നമ്മുടെ ഒരു ടേബിളിന്റെ മുകളിൽ നമ്മൾ കൊണ്ടക്കുള്ളൂ. ഓരോ മനുഷ്യനും അങ്ങനെയാണ്. ഓരോ പ്രതിബന്ധങ്ങള് അതാണ് നമ്മൾ ഒരസി ക്ലീൻ ആക്കുന്ന അത് നമ്മുടെ സ്വഭാവത്തിലാവാം. കാരണം നമ്മളൊക്കെ ജനിക്കുമ്പോൾ നമുക്കൊരു ക്യാരക്ടർ ഉണ്ട്. നമ്മൾ ഒരിക്കലും ക്യാരക്ടർ അല്ല പുറത്ത് കാണിക്കുന്നത്. ഞാനൊരു സൈക്കോ തെറാപ്പിസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മുടെ അടുത്ത് വരുന്ന ഒരാളുടെ എന്റെ ക്യാരക്ടർ എന്താണ്, ക്യാരക്ടർ എന്താണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ബിഹേവിയർ ആണ് ഇമ്പോർട്ടന്റ്. നമ്മൾ ഓരോ മനുഷ്യന്റെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത്. ഇപ്പൊ എന്റെ പഴയ 10ാം ക്ലാസ് എന്റെ കൂട്ടുകാരനെ കണ്ടാല് ഞാൻ ഒരു സയന്റിസ്റ്റ് ആണെന്നോ എന്റെ ബാങ്ക് ബാലൻസ് ഇന്നതാണെന്നോ എന്ന് വിചാരിച്ചൊന്നല്ല നമ്മൾ പെരുമാറുക. നമ്മുടെ പഴയ 10ാം ക്ലാസ്സുകാരനായി മാറുകയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ സ്വഭാവത്തില് ആ സിറ്റുവേഷനിൽ നമ്മൾ മാറാൻ സാധിക്കുമ്പോൾ നമുക്ക് സാധാരണ ഒരു ബിഹേവിയർ പാറ്റേൺ ഉണ്ടാവും. ഭാരതത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ബിഹേവിയർ പാറ്റേൺ അല്ല അമേരിക്കയിൽ ജീവിക്കുന്നത്. തീർച്ചയായിട്ടും. അയാളുടെ ബേസിക് ക്യാരക്ടർ അയാൾ കാണുകയില്ല. അമേരിക്കയിൽ പോകുന്ന സമയത്ത് അയാൾ ഫോർക്കും സ്പൂണും ഒക്കെ ആയിട്ടാ കഴിക്കാം. പക്ഷെ സ്വന്തം വീട്ടിൽ വന്നാൽ കഞ്ഞി വെള്ളം നല്ലപോലെ മിക്സ് ചെയ്ത് പ്ലേറ്റിൽ അങ്ങനെ തന്നെ കുടിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് ഉണ്ടാവും. അപ്പൊ നമ്മുടെ ബേസിക് ആയിട്ടുള്ള രൂപീകരണം എന്ന് പറയുന്നത് ജീവിതത്തില് സ്വഭാവവും ക്യാരക്ടറും നമ്മുടെ ബിഹേവിയറും ഇടപെടലുകളും തമ്മിൽ വ്യത്യസ്തമായിട്ട് തിരിച്ചറിയാൻ സാധിക്കണം. അങ്ങനെ സാധിക്കുമ്പോൾ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് ഉണ്ടാവും. അപ്പൊ പ്രതിബന്ധങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മുടെ സൊഫിസ്റ്റിക്കേഷൻ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. വളരെ ഒരു ആർട്ടിഫിഷ്യൽ ആവുമ്പോഴാണ് പ്രതിബന്ധങ്ങൾ ഉണ്ടാവുക. സ്വാഭാവികമാണ് പ്രതിബന്ധങ്ങൾ. അതിനെ തരണം ചെയ്യാനുള്ള നമ്മുടെ കഴിവുകൾ നമുക്ക് സ്വാഭാവികമാണ്. അങ്ങനെ പല പ്രാവശ്യം വീണാണ് നമ്മൾ നടക്കാൻ പഠിച്ചത്. തീർച്ചയായിട്ടും. അതുകൊണ്ട് വീഴ്ചയിൽ നിന്നല്ല, അത് കഴിഞ്ഞ് എഴുന്നേറ്റ് നടക്കുന്നതിൽ നിന്നാണ് നമ്മൾ പാഠങ്ങൾ ഉൾക്കൊണ്ടത്. അതിപ്പോ സാധാരണ ഞാൻ പറയല്ലോ, ഓരോ പതനവും പഠനമാണെന്നല്ല ഞാൻ പറയാം. ആ പതനത്തിൽ നിന്ന് എഴുന്നേറ്റ് നടക്കുന്നതാണ്. വീണാൽ വീഴട്ടെ, വീഴാത്തവൻ ഉലകിലവൻ, വീണു മണ്ണിൽ കിടക്കും നാണക്കേടാണ് ഒഴിക്കേണ്ടത്, പൊടിപുരളും മുമ്പ് എഴുന്നേൽക്കനല്ലു എന്ന് പറഞ്ഞിട്ടുണ്ട് പണ്ട്. അത് വീണ ഉടനെ എഴുന്നേറ്റ് നടക്കാനുള്ള കഴിവാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അതുണ്ടായാൽ തീർച്ചയായിട്ടും എവിടെയും എത്താൻ സാധിക്കും. തീർച്ചയായിട്ടും. സാർ, നമ്മുടെ ഷോ ഏകദേശം അതിൻ്റെപ്പിലേക്ക് കടക്കുമ്പോൾ പലപ്പോഴും പലരും പറയുന്ന കാര്യമാണ്, എനിക്ക് ഈ കാര്യം ചെയ്യാൻ താല്പര്യമുണ്ട്, എന്നെക്കൊണ്ട് ചെയ്യാനും പറ്റും, പക്ഷെ അതിലോട്ട് ഇറങ്ങുന്ന സമയത്ത് ഒരു ആത്മവിശ്വാസം, ഒരു സെൽഫ് കോൺഫിഡൻസ് കിട്ടുന്നില്ല എന്ന് പലപ്പോഴും പലരും പറയാറുണ്ട്. ഈ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഷോ വൈൻഡപ്പ് ചെയ്യാൻ സാർ. എനിക്ക് ഡ്രൈവിംഗ് അറിയാം, പക്ഷേ ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മുമ്പിൽ ഒരു പോലീസ് വരുമ്പോൾ എനിക്ക് ഭയം ഉണ്ടാവുന്നത് ലൈസൻസ് ഇല്ലാത്തപ്പോഴാണ്. ഇനി അപ്പോൾ അത്യാവശ്യമായിട്ട് ഒരാൾ സർട്ടിഫൈ ചെയ്യണം നമ്മളെ, നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് മെൻറ്ററുടെ റോള്. രണ്ടാമത്, എനിക്ക് ലൈസൻസ് ഉണ്ടെങ്കിലും ചിലപ്പോൾ പോലീസിനെ കണ്ടാൽ ഞാൻ എടുക്കാൻ മറന്നുപോയാലോ, എനിക്കൊരു ഭയം ഉണ്ടാവും. പക്ഷെ ആ സമയത്ത് എൻ്റെ തൊട്ടടുത്ത് സ്ഥലം MLA ഇരിപ്പുണ്ടെന്ന് വിചാരിക്കും, എനിക്ക് ഉറപ്പാണ് എന്നെ പിടിക്കില്ല. തീർച്ചയായും. അപ്പോൾ നമ്മുടെ കഴിവ് എന്ന് പറയുന്നത് നമ്മുടെ കൂടെ സപ്പോർട്ടിന് ആരൊക്കെ ഉണ്ടെന്നുള്ളതാണ്. ആ സപ്പോർട്ട് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് നല്ലപോലെ സാധിച്ചാൽ ആ കഴിവാണ് നമ്മുടെ ഏറ്റവും വലിയ കഴിവ്. അപ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ടത് നമ്മുടെ ഓരോ പ്രശ്നങ്ങൾക്കും നമ്മുടെ കൂടെ ഒരാളുണ്ട് എന്നുള്ളൊരു ധൈര്യം. അത് ദൈവവിശ്വാസമാവാം, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ആരെങ്കിലും ഒക്കെ എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസമാവാം, ഒരു മെൻറ്റർ ആവാം, ഒരു അഡ്വൈസർ ആവാം, അതല്ലെങ്കിൽ എൻ്റെ സർട്ടിഫിക്കറ്റ് ആവാം. അപ്പം എനിക്ക് ഈ സംഭവങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടും. അതില്ലെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ചിലപ്പോൾ പോയി എന്ന് വരും. അപ്പൊ ഭയം എന്ന് പറയുന്നത് ഉദ്യമം, പ്ലാനിങ് വേണം, സാഹസം, ജമ്പ് ഇൻ ടു ആക്ഷൻ, ധൈര്യം, ബുദ്ധി, ശക്തി വേണം. പിന്നെ നമുക്ക് ചുറ്റും കുറേ ആൾക്കാർ നമ്മളെ ഭയപ്പെടുത്താനുണ്ട്. ഇത് ശരിയാവില്ല കേട്ടോ. തീർച്ചയായിട്ടും. അത് വരുന്ന സമയത്ത് എനിക്കറിയാം എന്താണ് ചെയ്യേണ്ടത് എന്ന് ബാക്കിയുള്ളവരെ കൺവിൻസ് ചെയ്യിപ്പിക്കാനുള്ള കഴിവിനെയാണ് പരാക്രമം എന്ന് പറയാം. എൻ്റെ മുമ്പിലുള്ള എല്ലാ പ്രതിബന്ധങ്ങളെയും അടിച്ചു മാറ്റാനുള്ള എൻ്റെ കഴിവ്, തട്ടിത്തെറിപ്പിക്കുക എന്നൊക്കെ പറയില്ലേ, ആ കഴിവിനെയാണ് പരാക്രമം. ആ കഴിവുണ്ടെങ്കിൽ ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധി, ശക്തി, പരാക്രമം, ഷഠേതേ എത്ര വർത്തന്തേ ദൈവം തത്ര പ്രകാശയത്തൻ, അവിടെയൊക്കെ ഭഗവാൻ നമ്മുടെ കൂടെ സപ്പോർട്ടിനായിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് വേണ്ടത് ആ ഭഗവാൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഒരു ധൈര്യമാണ്. ആ ധൈര്യം നമ്മളിൽ ഉണ്ടാവും. അതിന് ഹൈലി ക്രിയേറ്റീവ് ആവണം. ഹൃദയ ഗുഹര മധ്യേ കേവലം ബ്രഹ്മ മാത്രം എന്നാണ്. എൻ്റെ ഉള്ളിൽ ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ എൻ്റെ നാവിൽ സരസ്വതി വരും.
എൻ്റെ കയ്യിൽ ആക്ഷൻ ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ, വിഷ്ണു ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ ലക്ഷ്മി വരും, കാശ് വരും. എനിക്ക് നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ എനിക്ക് നല്ല സമചിത്തതയോടുകൂടി ചിന്തിക്കാനുള്ള കഴിവുണ്ടാവും. അപ്പോൾ ഈ ക്രമത്തിൽ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവർ നേടാൻ പറ്റുന്ന ഏറ്റവും നല്ല സംഭവങ്ങൾ, എല്ലാവരും എല്ലാ ലെവലിലും ഹൈ ആവണം എന്നല്ല പറയുന്നത്, ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, ഞാൻ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നത് ഞാൻ എത്തിപ്പെട്ടു എന്ന് മടിയില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അതിനുവേണ്ടി യുവതയെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും നല്ല കാര്യം. ഇന്നത്തെ ടോപ്പിക്കും അതാണല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ യുവതയെ മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ എല്ലാ സംഭവങ്ങളും കൂടി കൂടിച്ചേർത്ത് അത് ഉണ്ടാക്കാനുള്ള ഒരു സിറ്റുവേഷൻ പാരൻസും ടീച്ചേഴ്സും കൊടുത്താൽ നമ്മുടെ സ്റ്റുഡൻസ് നന്നായിട്ട് മാറും എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും സാർ, നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. യുവതയുടെ ഭാവി നിർണ്ണയം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് പ്രതിസന്ധികളെ അവർക്ക് എത്തരത്തിൽ നേരിടാൻ സാധിക്കും, ആത്മവിശ്വാസത്തോടെ ജീവിതത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും, ഈ മാറുന്ന കാലഘട്ടത്തിൽ എഡ്യൂക്കേഷൻ പ്രോസസ്സിൽ നമ്മൾ വരുത്തേണ്ട മാറ്റങ്ങൾ, അധ്യാപകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മനോഭാവത്തിൽ പുലർത്തേണ്ട ജാഗ്രത, ഇതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായി പ്രേക്ഷകരോട് സംബന്ധിച്ച സാറിന് എല്ലാവിധ നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. സാമൂഹ്യപാഠം ഇന്നിവിടെ ഇങ്ങനെ പൂർണ്ണമാകുന്നു. നമസ്കാരം.